രാവിലെ തന്നെ സിന്ധുജ ഒരു സ്ഥലത്ത് വന്ന് ഇരിപ്പ് തുടങ്ങി കുറ്റിയടിച്ച്. എവിടെയാണത് ഗൈസ്? ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിന്ധുജാസ് ഡെയിലി ഡാസിൽ. സോ ഇന്ന് എൻ്റെ ഒരു എക്സാം ഡേ വ്ളോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ 10th പ്രിലിംസിൻ്റെ എക്സാം ആണ്. നമ്മൾ എത്ര ഹൈലി ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാലും ഏത് എക്സാംസ് വന്നാലും നമ്മൾ ട്രൈ ചെയ്യണം. ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലവർക്കറിയാം, ചിലവർക്ക് അറിയില്ല. സോ നമുക്ക് എക്സാം സെൻറ്ററിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകണം. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ആദ്യം ഞാൻ ഈ ക്ഷേത്രത്തിൽ പോകും. നമ്മുടെ പൈപ്പിൻമൂട് ശിവക്ഷേത്രം. സോ ഞാൻ ഭാഗ്യസൂക്തമൊക്കെ കൊടുത്തു. അത് ചെയ്യാൻ പറഞ്ഞു. എക്സാമിന് ടൈം ആവണ്ട, സോ ആ ശാന്തി ചെയ്തോളും. അങ്ങനെ ശാന്തി പ്രസാദം തന്നു. ഇനി നമുക്ക് എക്സാം സെൻറ്ററിലേക്ക് പോകാം. കമോൺ. അങ്ങനെ ഞാൻ നമ്മുടെ എക്സാം സെൻറ്ററിൽ കാണുന്നതാണ് എൻ്റെ എക്സാം സെൻറ്റർ. 4 പക്ക പേട്ട തിരിഞ്ഞു വരുന്ന ഒരേ ഒരു സ്കൂളല്ലേ ഉള്ളൂ എക്സാം സെൻറ്റർ. പേട്ട ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിൻ്റെ വഴിയിൽ കൂടെ ഞാൻ ലെവലവ നടക്കുന്നു. ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ചേട്ടൻ, അത് അടച്ചു പൂട്ടി. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, പട്ടിണി. അങ്ങനെ നോമ്പ് പോയി പരീക്ഷ എഴുതിയിട്ട് വരാം. നമ്മുടെ ഷടകം ദേ ഇരിക്കുന്നു, ടോർട്ടോയ്സ് ബ്ലൂ വണ്ടി ഇതാ അവിടെ ഇരിക്കുന്നു ഗ്രൗണ്ടിൽ. ദേ കണ്ടോ നമ്മുടെ ഷടകം. ഞാൻ അവിടെ ഇരുന്ന് റിവൈസ് ചെയ്യുന്നു എൻ്റെ വീഡിയോ ലെസൺസ്. ക്ലോക്ക് റൂമിൻ്റെ ഫ്രണ്ടിൽ പോസ്റ്റായി നിൽക്കുന്നു. 9:45 ക്ലോക്ക് റൂം തുറക്കുന്നില്ല. അങ്ങനെ എക്സാം കഴിഞ്ഞു ഡിയേഴ്സ്. ഹോൾ ടിക്കറ്റ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി. എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാ PSCയുടെ ക്വസ്റ്റ്യനും എളുപ്പമായിരിക്കും. ആൻസറാണ് ക്രുക്കഡും കണ്ണിങ്ങുമായിട്ട് വരുന്നത്. അതിനുശേഷം എക്സാം എഴുതിയതിൻ്റെ ക്ഷീണം മാറ്റാൻ ഞാൻ നമ്മുടെ ശ്രീ ആര്യാസ് വന്നു. അത് ഇരിക്കുന്നത് നമ്മുടെ കവടിയാർ രാജ്ഭവൻ്റെ ഓപ്പോസിറ്റ് മൂലയ്ക്കാണ്. എക്സാമിൻ്റെ വിശേഷം ഞാൻ പറയാം. ഈ ഓർഡർ ചെയ്ത കോഫിയും ഇതും വരുന്ന സ്നാക്സും വരുന്നതിൻ്റെ ഇടയിൽ വരൂ. കൈ കഴുകാൻ ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. കൈയൊക്കെ കഴുകിയിട്ട് ഞം തിന്നാൻ പോയിരിക്കുക. ഇതാണ് അതിൻ്റെ ഉൾഭാഗം ശ്രീ ആര്യാസിൻ്റെ. ഹായ്. ഇന്നത്തെ 10th പ്രിലിംസിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബാക്കിയൊന്നും സീനില്ലായിരുന്നു. ഹലോ. സോ നമ്മുടെ രസവടയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അത് വരുന്ന വഴി ഞാൻ കാണിച്ചു തരാം. രാജയ്ക്ക് അതേ വരുന്നു. മേഡത്തിന് തിന്നാനുള്ള രസവട, സ്പൂണും ഇതൊക്കെ. ഒരു കോഫിയും കൂടെ ഉണ്ട്, അത് വരട്ടെ. ഇന്ന് വേറൊരു സംഭവം നടന്നു ഡിയേഴ്സ്. ആലപ്പുഴയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രിലിംസിൻ്റെ സാധനം ക്വസ്റ്റ്യൻസ് എടുത്ത് രാവിലെ കൊടുത്ത് അവിടെ ക്വസ്റ്റ്യൻ ലീക്ക് എന്തോ ഇഷ്യൂ. സെക്കൻഡ് സ്റ്റേജുകാർക്ക് ഇന്ന് പരീക്ഷ ക്യാൻസലാക്കി. ഹിയർ കംസ് മൈ രസവട. ടേസ്റ്റി രസവട ഞാൻ തിന്നാൻ പോകുവാണ്. ഞം. നിങ്ങൾക്ക് വേണോ രസവട? ആരൊക്കെ രസവട കൊതിയന്മാരും കൊതിച്ചുകളും കമൻറ്റ് ചെയ്യണേ. ഓ, എന്നാ പുളിയായിരുന്നത്. പുളിയും ഇച്ചിരി മുളകിൻ്റെ എരിവും. അടുത്ത് നമ്മുടെ കോഫി വരുന്നു. എൻ്റെ കിരീടം ഇരിക്കുന്നു, ഹെൽമെറ്റ്. അടുത്ത് നമ്മുടെ കോഫി വരുന്നുണ്ട്. ടൻ 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 ടെറൻ ടൻ 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 ടെറൻ ടൻ. ദേ വരുന്നു കോഫി നല്ല ടേസ്റ്റി ആയിരുന്നു. എക്സാം എഴുതി കുളവാക്കിയതിൻ്റെ ക്ഷീണം അങ്ങ് മാറട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ കിരീടം അവിടെ ഇരിക്കുന്നു. ഇനി അടുത്ത് കോഫി കുടിക്കുന്ന രംഗങ്ങളിലേക്ക് സ്വാഗതം. അടുത്ത് വേറൊരു സ്നാക്സും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ലോകത്ത് ഒരിടത്തും കാണാത്ത കോംബോ, സമോസ വിത്ത് തേങ്ങാ ചട്നി. ഞാൻ ട്രൈ ചെയ്തു, അത്ര ബാഡല്ല. മറ്റത് കഴിച്ച് തീർത്തൻ്റെ പാത്രം ഇരിക്കുന്നു. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി ഞം. പിന്നൊരു കാര്യമുണ്ട്, ഈ ശ്രീ ആര്യാസ് നല്ല AC ആണ് കേട്ടോ. അതിനകത്ത് AC ഉണ്ട്, പുറത്ത് AC എല്ലായിടത്തും ഇരിക്കുക. AC വന്നാൽ നിങ്ങളുടെ ബില്ലിൽ AC റേറ്റും കൂടെ വരും, അത്രയേ ഉള്ളൂ. പോക്കറ്റ് കാര്യം. ശ്രീ ആര്യാസിൽ ബാത്റൂമും ഉണ്ട് കേട്ടോ. അതാ വാഷ് ബേസിൻ്റെ തൊട്ടടുത്ത്. സോ ശ്രീ ആര്യാസിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. അതായത് നമ്മുടെ രാജ്ഭവൻ്റെ അവിടെ നിന്ന് കവടിയാർ വരുമ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, വെള്ളയമ്പലത്തിൽ നിന്ന് വരുമ്പോൾ. അതിൻ്റെ തൊട്ട് പണ്ടൊരു ഡയമണ്ട് കടയൊക്കെ ഇരുന്നു, അതിൻ്റെ സൈഡിലാണ്. അപ്പം ഞാൻ ഒന്ന് കഴുകട്ടെ. അപ്പം കഴിച്ചു കഴിഞ്ഞു. ഇനി ബില്ല് പേ ചെയ്യാം. കണ്ടോ, AC ആണ് ഉള്ളിൽ. അതാ മേളിൽ നിങ്ങൾക്ക് AC കാണാം. പിന്നെ നല്ല വൃത്തിയുണ്ട്. വേണമെന്നുള്ളവർ വന്ന് ട്രൈ ചെയ്യുക. ഇനി ബില്ല് പേ ചെയ്യുന്ന ചടങ്ങിലേക്ക് പോകാം. കൗണ്ടറിലെത്തി. അതിൻ്റെ അടുത്തൊരു ഫ്രിഡ്ജിൽ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ബിൽ പേയും ചടങ്ങ് കഴിഞ്ഞു. ബില്ല് കിട്ടി, ഞാൻ കൊടുത്തു, പേയ്മെൻറ്റ് പേ ചെയ്തു. സ്ഥലം കാലിയാക്കുന്നു. ടാറ്റ ബൈ ബൈ ശ്രീ ആര്യാസ്. സോ പുതിയ സ്ഥലങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വ്ളോഗിൽ വരും. ഇതൊരു എക്സാം വ്ളോഗാണ്. അതിൻ്റെ ഇടയിലുള്ള ട്വിസ്റ്റാണ് തീറ്റ വ്ളോഗും കൂടെ വന്നത്. ഇതുപോലെ എൻ്റെ വ്ളോഗ് സ്കിപ്പ് ചെയ്ത് കാണണം. ഇടയ്ക്ക് വല്ല സസ്പെൻസ് കാണും. പിന്നെ എറണാകുളത്ത് പോയപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ബാക്ക് സൈഡ് ഒരു സസ്പെൻസ് ഉണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവർക്കേ അത് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ ഇടയിലിടും ചില ഗുഡ് എലമെൻറ്റ്സ്. കുറേ എന്തോന്നാണ് റീറ്റെയിനർ ട്രിക്സ് ആൻഡ് ടെക്നിക്സ് ഇൻ മൈ വ്ളോഗ്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഞാൻ പോകുവാണ് ആര്യാസിൽ നിന്നും. പുറത്തോട്ട് പോകുമ്പോൾ
ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. നമ്മുടെ വ്ളോഗ് അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ എക്സാം റൈറ്റിംഗ് വ്ളോഗും ഈ കട നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ആര്യാസ്, പീച്ചേവാല രാജ്ഭവൻ. ഇതാ കാണുന്ന ഗേറ്റ് രാജ്ഭവൻ. ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ലൊക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. വെയിൽ കടയിൽ വന്ന് ഉച്ച സമയമാണ്. ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ട് തരകൂടെ പോകുമ്പോൾ അടച്ചു വെച്ചു. അരങ്ങാണ് കാണുന്നത്. അപ്പോൾ എപ്പോഴും ഇരിക്കുന്നു എൻ്റെ വ്ളോഗ്? കൊള്ളാമോ? കൊള്ളാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഡെയിലി ഡാസിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. പിന്നെ എന്ത് ചെയ്യുക? അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ. ഞാൻ ഷടകം എടുത്ത് വീട്ടിൽ പോകട്ടെ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമ്മുടെ ഷടകം ഇരിക്കുന്നു. പിന്നെ ഉച്ച സമയം ഈ ഒരു ജാക്കറ്റോ വേറെ ജാക്കറ്റ് ഇട്ട് ഈ പരിസരത്തിൽ കൂടെ സഞ്ചരിക്കുവാണെങ്കിൽ അത് നോം തന്നെയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ബൈ.